ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത്. തലേദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇന്ന് പോവുകയാണ് ഞാൻ, ഈവനിങ്ങിൽ പോവും. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരെയും കണ്ടു, സന്തോഷമായി. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. പിന്നെ എന്തായാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തായാലും ഇവിടെ കയറി എല്ലാവരെയും കണ്ടിട്ടേ പോകത്തുള്ളൂ. മാക്സിമം എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ അധികമൊന്നും പറയില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായാലും വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വരും വിളിക്കാൻ. അപ്പം നമുക്ക് അവർ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ പാക്കിങ് തുടങ്ങുമ്പോൾ വലിയതായിട്ടൊന്നും പാക്ക് ചെയ്യാനില്ല, കാരണം കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഇങ്ങനത്തെ ഒരു ട്രാവൽ ബാഗും പിന്നെ 2 ചെറിയ ബാഗും മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ഈ സാധനങ്ങളെല്ലാം എനിക്ക് കൊള്ളിക്കണം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് മടക്കി ഓൾറെഡി വെച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അകത്ത് വെച്ചിട്ടൊന്ന് ടാമ്പ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സാധാരണ നമ്മൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന പോലെ അല്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് ബാഗില്ലാത്തത്. അല്ലായിരുന്നെങ്കിൽ കണ്ടേനെ വലിയ കൊട്ടക്കണക്കിന് ബാഗൊക്കെ. ഇതിപ്പം നമ്മൾ കൊണ്ടുപോകാനും എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നേരത്തെ കൊണ്ടുവച്ചത്. അല്ലെങ്കിൽ പിന്നെ അവസാനം ആകുമ്പം എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് എടുത്തിട്ട് കൊണ്ടുവരും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കാര്യം എടുക്കുമല്ലോ. ഇപ്പം ഡ്രസ്സ് ഞാൻ നോക്കുന്നത്, ഡ്രസ്സ് ഇതിനകത്ത് മാക്സിമം കുത്തിക്കയറ്റാന്നാണ്. അത്രയ്ക്കുള്ള ഡ്രസ്സുള്ളൂ, ഒരുപാട് ഡ്രസ്സും ഇല്ല. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി അങ്ങോട്ട് വെച്ചാണ്. അപ്പോൾ പിന്നെ ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇനി ഒരു 10 കിലോ ഉള്ള ബാഗാണ് പറയുന്നത്. നോക്കാം എത്രത്തോളം ഇതിനകത്ത് കയറുമെന്ന്. എന്നിട്ട് ബാക്കി നമുക്ക് വേറെ ബാഗിനകത്തൊക്കെ കുത്തിക്കിട്ടാം. ഇത് കഴിഞ്ഞു, ഡ്രസ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതെന്താ ഉള്ളത്? എന്നിട്ട് ഇതിനകത്ത് സ്പേസ് ഉണ്ട് കേട്ടോ, ഇന്നത്തെ അത്യാവശ്യം സ്പേസ് ഇനിയുണ്ട്. നല്ല നീറ്റുണ്ട് സംഭവം. അവസാനത്തെ ഡ്രസ്സും കൂടെ എടുത്ത് ഇതിനകത്ത് വയ്ക്കാം. ഈ ബാഗിനകത്ത് എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ തുറന്നു നോക്കണ്ട, എനിക്ക് ചെന്നിട്ട് സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഇതിനകത്ത് എന്തായാലും പോകും, ഇതിനകത്ത് വെച്ചേക്കാം. പിന്നെ നമ്മുടെ പേസ്റ്റും ബ്രഷും കാര്യങ്ങളൊക്കെയാണ്, അത് ഇതിനകത്ത് വെക്കാം. പിന്നെന്താ, ഇത് സ്മിത്നടിയിൽ നിന്ന് വാങ്ങിച്ച ഒരു പെട്ടിയാണ്, അതുകൂടെ വെക്കാം. സ്പേസ് തീർന്നിട്ടില്ല കേട്ടോ, ഇനി സ്പേസ് ഉണ്ട്. ഇനി ചിലപ്പോൾ ഇത് വെയിറ്റ് ആവും എടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ ബാഗ് ഇതിനകത്ത് ക്ലോസ് ചെയ്യാം. നമുക്ക് വേറെ ബാഗിനകത്ത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കാം. അപ്പോൾ ഈ ബാഗ് സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാഗിലോട്ട് പോകാം. ഓക്കെ, ഇത് വീട്ടിൽ നിന്ന് അച്ചാർ കൊണ്ടുവന്ന മാത്രം. പിന്നെന്താ, കണ്ണാടി, ഇതൊക്കെ ഇതിനകത്ത് ഇടാം, അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഇട്ട പൊട്ടിപ്പോട്ടില്ല. ചീപ്പിൻ്റെ തന്നെ ഒരു വലിയ കളക്ഷനാണ് എനിക്കുള്ളത്. ഇത് ഇട്ടേക്കാം. എന്താ ഇത്? ഈ കാര്യം പറയാൻ മമ്മേ അവസാനത്തെ എനിക്ക് വാങ്ങിച്ചു തന്ന കേട്ടോ. നല്ല രസമില്ലേ? ഇതൊക്കെ കാണാവോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ചെയിൻ മാത്രമായിട്ടുള്ളൂ, ഇതൊരു മുത്തിൻ്റെ ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, നല്ല രസമുണ്ട്. ഇതെല്ലാം ഒരു ഗൗണിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പാട്ടെ മാല. എന്തായാലും താങ്ക് യു. ഷെൽഫ് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം എന്താ എടുക്കാവുള്ളതെന്ന് ബാക്കി നോക്കട്ടെ. എൻ്റെ പൊട്ടിപ്പോയൊരു ചെരുപ്പുണ്ട്, അത് ഞാൻ ഇതിനകത്ത് വെക്കും. ഇതിനകത്ത് തന്നെ വെക്കാതിരിക്കില്ല. ബാഗ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ ബാഗിനകത്ത് എടുക്കാം. ഇപ്പോൾ വേറെ ബാഗ് ഇല്ല, ചെറിയ ബാഗ് ഉള്ളപ്പോൾ ഇതിനകത്ത് നമുക്ക് പാക്ക് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഫുഡ് അന്നം കഴിച്ച എൻ്റെ പാത്രം. എന്തായാലും ഇതും കൊണ്ടുവയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എവിടെ വെക്കുമെന്ന് എനിക്കറിയാൻ വയ്യാതെ. നാക്ക് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാവ് വഴങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം, വേറെ വഴിയില്ല. ഓക്കെ, നമുക്കപ്പം കുപ്പി എടുത്തു. കുപ്പി എടുത്തു, തൽക്കാലം ഇതിനകത്തോട്ടിടാം. നല്ല നീറ്റുണ്ട്. ഓക്കെ,
ഇവിടെ ഇട്ട ചെരുപ്പ് കൂടിനകത്ത് ഇട്ടിട്ട് പോകാം. അല്ല പിന്നെ നേരത്തെ ഇട്ടല്ലേ കൂടിനകത്താക്കി എവിടെ കവർന്നത്. അപ്പോൾ ഫൈൻ, എൻ്റെ ബാഗ് പാക്കിങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നതാണ് ഗൈസ്. ഇനിയിപ്പോൾ സമയമാകാൻ നേരത്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി ഗൈസ്. 4 ബാഗുള്ളൂ. അപ്പോൾ അതാ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ എല്ലാ ബാഗും പാക്ക് ചെയ്ത് സെറ്റായിട്ട് പോയിരിക്കാറുണ്ട്. ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി വേണം പോകാൻ. വരാൻ സമയമാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ സെറ്റായിട്ടാവും. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അത് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. തിരുപ്പതിറങ്ങ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലാണ്. വി ആർ ഡിഫറെൻറ്റ്. തലമുട്ടല്ല ശിവചേച്ചിയും അമ്മയും മോഡലെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. എടാ കരയൂ പറഞ്ഞു ജീവിക്കുന്നു. ഞങ്ങൾ പോകണം. ഇല്ല, അവിടെ വരെ ആക്കാം. നീ വന്നേടാ ഇടയ്ക്കൊക്കെ ഇവിടെ ഒരു കൊച്ച എനിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ലേ. ഒന്ന് വരാതിരിക്കട്ടോ, ഇന്ന് പോകണ്ട ആശുപത്രി. വിളിക്കുമോ? 9 മണിയാവും. ഷീനയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കുട്ടിയാണ്. അവളുടെ അടുത്തൊരു വേറെ വൈബാണ്. അവൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കും. അവളുടെ അടുത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊന്നും അവളുണ്ടാവില്ല. അവൾ എപ്പോഴും ഓരോ കളിയും ചിരി. മിക്ക സമയത്തും ഞങ്ങളിങ്ങനെ അവളെ കളിയാക്കലാണ് ഞങ്ങളുടെ മെയിൻ എന്റർടൈൻമെന്റ്. അത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഒരു മെയിൻ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കൂട്ടത്തിൽ കൊണ്ടിട്ടത് ഇവളാണ്. അപ്പോഴാണ് ഞാനൊന്നും ഇവിടെ കംഫർട്ടബിൾ ആയി. പിന്നെ ഒരു പാട്ട് അങ്ങനെ എൻഡ് ചെയ്യാം. എന്നിട്ടൊരു പാട്ട് രണ്ടാളും പാടിക്കോളൂ. അയ്യോ, മെയിൻ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ റീലിന് വരാൻ അതാണ് പാട്ട് രണ്ടാളും ഒരുമിച്ച് ഡാൻസ് കളിച്ച കൊല്ലങ്ങൾക്ക് ശേഷം റീലിട്ടു, പാട്ട് പാടി റീലിട്ടു. നമ്മളെ പരിചയപ്പെട്ടതിന് ശേഷം അതെ അതെ ഞാൻ പാട്ടെടുക്കുക 2 പേരും അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം.